ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബേക്കറി സ്റ്റൈലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവ് അല്ലെങ്കിൽ ബൺസ് എന്നും പറയാം. അപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴേ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊന്നും വേറെ തന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഫോളോ, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷനും എൻ്റെ ഒരു ഹാപ്പിനെസ്സും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂട് പാൽ വേണം. ഒരുപാട് ചൂടായാൽ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ ഇളം ചൂട് പാലിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു പാക്കറ്റ് ഈസ്റ്റും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തേക്കുന്നത്, അതൊരു 11 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റിനകത്ത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊരു അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അന്നേരത്തേക്ക് ആ ഷുഗറും ഈസ്റ്റും കൂടെ നല്ലപോലെ ആ പാലിനകത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് നല്ലപോലെ ആക്റ്റീവ് ആവും. അപ്പോൾ അതൊരു ഫോമി ടെക്സ്ചർ വരും. എത്ര കൂടുതൽ അതിൻ്റെ ഫോം വരുന്നോ അത് അത്ര നല്ലപോലെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കൊണ്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡോ ഉണ്ടാക്കാനുള്ള റെഡിയാക്കാം. ഇവിടെ ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫോമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ബേക്കറി മോഡ് ഓണായെന്ന്. അപ്പോൾ തുടങ്ങാം. എന്നിട്ട് അതിനകത്തേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ബട്ടർ ഇടുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഞാൻ അൺസോൾട്ടഡ് ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ സോൾട്ട് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ച് നല്ലപോലെ ഒരു സോഫ്റ്റ് ഡോ ആക്കണേ. ഈ പാവിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ഡോ വേണം, ഹാർഡ് ഡോ ആവരുത്. അപ്പോൾ കുറച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് അൺസോൾട്ടഡ് ബട്ടർ ഇടുന്നുണ്ട്. അപ്പം ബട്ടറിനകത്ത് പിശുക്ക് വേണ്ട, നല്ലപോലെ ബട്ടർ ഇട്ട് കൊടുത്തു. കാരണം ഇതിൻ്റെ പാവിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മുടെ സോൾട്ടും ബട്ടറും ഷുഗറും എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പം ഈസ്റ്റും. അപ്പോൾ അതിനെ ഇങ്ങനെ നമുക്ക് ടക്കിനകത്തോട്ട് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് നമുക്കൊരു ഡീപ്പ് പാത്രത്തിനകത്ത് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് നമുക്കതിനെ വെക്കാം. ഡീപ്പ് പാത്രത്തിനകത്ത് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഡബിൾ സൈസ് ആവും. അപ്പോൾ നമ്മളിത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട് നല്ലപോലെ. അത് കഴിഞ്ഞിട്ട് ഇതിന് മാക്സിമം നമുക്കൊരു 2 hours വെക്കാം. അതിൽ കൂടുതൽ വെക്കരുത്. അതിൽ കൂടുതൽ വെച്ചാൽ നമ്മുടെ പാവ് ബൺസ് ഒന്നും നല്ലപോലെ വരത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് ഇതിനെ നല്ലപോലെ അതിൻ്റെ പഞ്ചറൊക്കെ കളഞ്ഞ് കാറ്റൊക്കെ കളഞ്ഞിട്ട് നമുക്കതിനെ നല്ലപോലെ കുറച്ചും കൂടെ ഒന്ന് ഒരു 2 minutes നല്ലപോലെ കുഴച്ചെടുക്കുക. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞില്ലേ, നല്ലപോലെ എത്ര നല്ലപോലെ നമ്മൾ ആട്ട് കുഴയ്ക്കുന്നു അത്ര നല്ല പാവ് വരും. എന്നിട്ട് ഇതിൻ്റെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് ടക്കിൻ ചെയ്തിട്ട് നല്ല റോൾ ചെയ്ത് നമുക്കതിനെ വെക്കാം. അപ്പോൾ ഷേപ്പ് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ സാരമില്ല കേട്ടോ, ടേസ്റ്റ് ഫുൾ ഗ്യാരണ്ടിയാണ്. അടിപൊളി ടേസ്റ്റും അടിപൊളി ടെക്സ്ചറും ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 12-13 ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്കിതിനെ അവിടെ ട്രേ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിനെ സെക്കൻഡ് പ്രൂഫിങ്ങിന് വേണ്ടി വെക്കാം. അപ്പോൾ അതൊരു 35 minutes വെക്കണം. അപ്പം ഈ പാവ് ഉണ്ടാക്കുന്നതിനകത്തില്ല, അതിൻ്റെ മെയിൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ക്ഷമ വേണം, പേഷ്യൻസ് വേണം. അപ്പോൾ 35 minutes കഴിഞ്ഞുകൊണ്ട് ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മിൽക്ക് വാഷ് ചെയ്യാം. കുറച്ച് പാലെടുത്തിട്ട് ഇങ്ങനെ മേളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അത് എഗ് വാഷ് ചെയ്താൽ മതി. എഗ് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ മേളിലത്തെ ഒരു ടെക്സ്ചർ ബ്രൗൺ കളറായി വരും ബേക്ക് ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് 25 minutes അതിനെ നല്ലപോലെ ബേക്ക് ചെയ്ത് പിന്നെ അതിന് ചൂടോടെ അതെടുത്ത് കഴിഞ്ഞിട്ട് ബട്ടറൊക്കെ പുരട്ടി ഇത് പുറത്തേക്ക് എടുത്തപ്പോഴത്തേനില്ലേ റൂം മൊത്തം എന്ത് സ്മെല്ലായിരുന്നെന്നറിയോ. ഫുള്ള് ബേക്കറിയുടെ ഒരു ആംബിയൻസ് ആയിരുന്നു എൻ്റെ വീട്ടിൽ. എന്നിട്ട് നമ്മളിത് പുറത്തെടുക്കുമ്പോഴേ ഇതിൻ്റെ ആ അപ്പർ കോട്ടിങ് കുറച്ച് ഹാർഡായിരിക്കുമേ. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ ചെറിയ ഒരു 5 minutes നേരത്തേക്ക് ഒരു ഇച്ചിരി നനഞ്ഞ തുണി എടുത്ത് കവർ ചെയ്ത് വെക്കണം, വെറും 5 minute നേരത്തേക്ക്. എന്നിട്ട് പിന്നെ നമുക്കതിനെ 5 minute കഴിഞ്ഞിട്ട് ട്രെയിൽ നിന്ന് പുറത്തെടുക്കാം. ട്രെയിൽ വെച്ച് തണുക്കാൻ കൊടുക്കരുത്, അല്ലെങ്കിൽ അതിങ്ങനെ മോയ്സ്ചറായി പോകും, അടിയുന്ന വെള്ളം മാതിരിയാവും. അപ്പോൾ ദ സോഫ്റ്റ് പാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടെക്സ്ചർ, സെയിം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സ്റ്റൈലായിരുന്നേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഫോളോ ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്.